നമ്മളുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികൾ ഡ്രഗ്സിലേക്ക് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവരിത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു 5 മാർഗ്ഗങ്ങൾ ചോദിച്ചാൽ എന്താ പറയുക? ചെറുതായിട്ട് അമ്മയൊന്ന് വിളിക്കാന്ന് വെച്ചോ, ഒരു റൂമിലിരിക്കുമ്പോൾ പെട്ടെന്ന് വിളിക്കുമ്പോൾ അവർ വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വയലൻസ് ആണ് ആദ്യം തന്നെ നമുക്ക് പ്രകടമാകുന്നത്. പിന്നെ ഇവർ ഫുൾ ടൈം റൂം അടച്ചിട്ടായിരിക്കും ഇരിക്കുക. ഈ കുട്ടി സ്പോർട്സിൽ വളരെ ആക്റ്റീവായിരിക്കും, അല്ലെങ്കിൽ മ്യൂസിക് ക്ലാസ്സിനൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ ഇവരുടെ ഹോബീസ് നിന്ന് ഇവർ ഗ്രാജ്വലി അതെല്ലാം ഇവർ വിട്ടുകളയും. പിന്നെ അവർ ആദ്യം ഉണ്ടായിരുന്ന സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് വേറെ വേറെ ഒരുപാട് സുഹൃത്ത് വലയങ്ങളിലേക്ക് പോകും. പിന്നെ സ്കൂളിൽ ഫീസ് ഇപ്പോൾ അടയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫീസ് സ്കൂളിൽ അടയ്ക്കില്ല. പിന്നെ പാരൻസ് ചോദിക്കുമ്പോൾ അത് കാശ് ഞാൻ വേറെ രീതിയിൽ ഉപയോഗിച്ചു, അങ്ങനെ കാശിൻ്റെ കാര്യത്തിൽ കള്ളം പറയും ഇവർ. പിന്നെ ഇവർ റൂമിൽ നിന്ന് രാവിലെ എണീറ്റ് വരുമ്പോൾ ഇവരുടെ ടോട്ടൽ ഹൈജീൻ ഇല്ലാത്തൊരു ലൈഫ് പാറ്റേൺ ആയിരിക്കും ഇവർ ഫോളോ ചെയ്യുന്നത്. എല്ലാം വലിച്ചു വാരി ഇടുക. അതുപോലെ തന്നെ ഇവരുടെ കണ്ണിൽ റെഡ്നെസ് ഉണ്ടാവുക എണീറ്റ് വരുമ്പോൾ. അതുകൂടാണ്ട് തന്നെ ഇവർ ചിലപ്പോൾ ഇവരുടെ കൃഷ്ണമണികൾ ഇങ്ങനെ കണ്ണെല്ലാം ഇങ്ങനെ വളരെ നീരായിട്ടിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ഇതായിട്ട് കണ്ണെല്ലാം ഇങ്ങനെ ചുരുങ്ങിയിരിക്കുന്നത് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവർ കുളിക്കുക എന്നുള്ളൊരു ചടങ്ങ് ഇവർക്ക് വളരെ ഒരു ബുദ്ധിമുട്ടാണ് ഇവർക്ക്. അപ്പം ഇവരുടെ റൂമിലേക്ക് കയറുമ്പം തന്നെ ഇപ്പോൾ കഞ്ചാവോ ഇങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ സ്മെല്ല് അറിയാണ്ടിരിക്കാൻ ഇവർ പെർഫ്യൂംസ് വളരെ അധികമായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെയാണ് ഇവരിൽ പ്രധാനമായിട്ടും നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വെക്കേഷൻ ടൈമിലാണ്. ഈ വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ഈ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഡ്രഗിൻ്റെ ഉപയോഗം കൊണ്ടും അതെങ്ങനെ ഈ പറഞ്ഞ ഒഴിവാക്കാം? അതിന് ഞങ്ങളൊരു ഇൻഹൗസ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ. ആ ഇൻഹൗസ് ക്യാമ്പ് എന്ന് വെച്ചാൽ വളരെ കുറച്ച് കുട്ടികളും ആ കുട്ടികളോടൊപ്പം അവരുടെ രക്ഷിതാക്കളും, അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അമ്മ, അവരോടൊപ്പമുള്ള ഒരു ക്യാമ്പാണ് ഞങ്ങളുടെ. ഈ ക്യാമ്പിൽ നമ്മൾ ചെയ്യണത് എന്താണ്? ഇപ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ പ്രത്യേകിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസിന് നമ്മുടെ അറ്റംപ്റ്റ് ഭയങ്കരമാണ്, പക്ഷെ പാസ്സാകുന്നത് വളരെ കുറവാണ്. നമ്മുടെ നാട്ടിലുള്ളതായ സിവിൽ സർവീസസ് ഓഫീസേഴ്സിൻ്റെ 70% ഔട്ട്സൈഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞവരാ. എന്താ മലയാളിക്ക് ഇത് പറ്റാഞ്ഞിട്ടല്ലോ. പക്ഷേ അവരെ നമ്മുടെ ഇവിടെ ഉള്ളതായ സിവിൽ സർവീസ് കോച്ചിങ്ങിലേക്ക് പോണത് പഠനം കഴിഞ്ഞിട്ട് പോണതാണ്. ഇപ്പം തന്നെ പിടിച്ചുകൊണ്ടിരാമെന്നാണ് ഇഷ്ടം. പക്ഷേ അവനെ ബോധവൽക്കരിക്കണം. അവനെ ഒരു 8ാം ക്ലാസ് മുതൽ ബോധവൽക്കരിക്കണം. എങ്ങനെയാണ് ഒരു സിവിൽ സർവൻ്റ് ആകാൻ പറ്റുക, എങ്ങനെയാണ് ഒരു വേൾഡ് ബാങ്കിൽ ജോലി കിട്ടുക, എങ്ങനെയാണ് യുണൈറ്റഡ് നേഷൻസിൽ ഒരു ജോലി കിട്ടുക, എങ്ങനെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ജോലി കിട്ടുക. ഇവിടെയൊക്കെ നമുക്ക് ജോലി കിട്ടാനുള്ള എല്ലാ അവകാശവും എല്ലാ സ്വാതന്ത്ര്യവും എല്ലാ കഴിവും നമുക്കുണ്ട്. പക്ഷേ അതിനെ നമ്മൾ ഗൈഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഈ ക്യാമ്പിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ മനസ്സിനെ നമ്മൾ അവൻ്റെ ഭാവി എങ്ങനെ ശോഭനമാക്കാൻ പറ്റും എന്ന തരത്തിൽ തോട്ട് പ്രോസസ്സിനെ മാറ്റാണ്. ഈ തോട്ട് പ്രോസസ്സിനെ മാറ്റുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, അവൻ്റെ ശരീരത്തിലെ അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തനത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള സമയം ഉപയോഗിക്കുന്നു. അപ്പോൾ ഏകദേശം 6-7 മണിക്കൂർ നേരം അവർക്ക് യോഗ പ്രാക്ടീസ് കൊടുക്കും, ആയുർവേദത്തിൻ്റെ ഇത് കൊടുക്കും, ക്ലാസ്സുകൾ കൊടുക്കും. ലോകത്തിലെ ഏറ്റവും എമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുപ്പിക്കുന്നത്. അത് ആളുകളുടെ പ്രത്യേകിച്ച് പേര് പറയുന്നില്ല എന്നുള്ളൂ, ലോകം അറിയപ്പെടുന്നതായ ആൾക്കാരെ കൊണ്ട് വന്നിട്ടാണ് നമ്മളവിടെ ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് കൊടുക്കുമ്പോഴാണ് പണ്ട് രാഷ്ട്രപതിയായിരുന്നതായ APJ അബ്ദുൽ കലാം വന്ന് ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് താല്പര്യം വന്നു. എന്താ കാരണം? APJ അബ്ദുൽ കലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വിവരമായിരുന്നു. ഈ വിവരം വളരെ കുട്ടികളുടെ മനസ്സറിയുന്ന തരത്തിൽ പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് APJ അബ്ദുൽ കലാമിൻ്റെ ക്ലാസ് കേൾക്കാൻ അനേകം കുട്ടികൾ തയ്യാറായത്. അതിന് തുല്യരായ ആൾക്കാരെ കൊണ്ടാണ് ഞങ്ങൾ അവിടെ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ് എടുക്കുന്നത് അക്കാഡമിക് ലെസൺസ് അല്ല, അവരുടെ ഫ്യൂച്ചർ എങ്ങനെ കൈകാര്യം ചെയ്യാം, അവർ ആ ഫ്യൂച്ചറിൻ്റെ ആ മൈൻഡ് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലേക്ക് ഒരു ഡ്രഗിലേക്ക് ഒരു ആസക്തി ഉണ്ടെങ്കിൽ അത് പിന്തിരിഞ്ഞു പോരും. ഈ വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ സമയമുള്ള കുട്ടികളാണ് ഡ്രഗ് അഡിക്ഷൻ ആവുന്നത്. അപ്പോൾ അവർക്കുടെ ജീവിതം നാളെ മറ്റൊന്നായി തീരണമെന്നുണ്ടെങ്കിൽ ഓടാൻ പോകുന്ന കുട്ടി ഡെയിലി ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവൻ ഓടിക്കൊണ്ടിരിക്കും. അവൻ ഓട്ടമില്ല, അവന് മത്സരത്തിന് മാത്രമേ ഓട്ടമുള്ളൂ എന്നുണ്ടെങ്കിൽ അല്ലാത്ത അവൻ ഫ്രീ ടൈം കിട്ടും. അപ്പോൾ അവൻ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ഡ്രഗ് ഉപയോഗിക്കും. അവൻ എന്നും ഓട്ടത്തിന് പ്രാക്ടീസ് കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവൻ ഓടിക്കോളും കറക്റ്റായിട്ട്. എന്നതുപോലെ അവൻ്റെ വിദ്യാഭ്യാസ സമയത്ത് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ളതായ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് ഞങ്ങൾ, അതായത് ചിലപ്പോൾ ഡ്രഗിൻ്റെ തുടക്കമായിരിക്കും, അല്ലെങ്കിൽ അവരൊരു ഇൻറ്റൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അത്തരം കുട്ടികളെ ഞങ്ങളുടെ ക്യാമ്പിലിരുത്തി കഴിഞ്ഞാൽ ആരോഗ്യവും സംരക്ഷിപ്പിച്ചെടുക്കും, പഠിക്കാനുള്ള വ്യഗ്രത കൂടും. അത് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് അവരുടെ അച്ഛനമ്മമാരെ ഞങ്ങൾ പഠിപ്പിക്കും, അവരുടെ ആരോഗ്യവും സംരക്ഷിച്ചു കൊടുക്കും. അങ്ങനത്തെ ഒരു ക്യാമ്പ് വളരെ പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഗുണപ്രദമായ രീതിയിലേക്കാണ് അത് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഒരു 10-15 ദിവസത്തെ ഒരു ക്യാമ്പാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇതിൽ മെഡിസിൻസ് ഇല്ല, സർജറി ഇല്ല നിങ്ങളുടെ ഒരു രീതിയിൽ. അപ്പോൾ മെഡിസിൻസ് ഇല്ലാതെ അല്ലെങ്കിൽ സർജറീസ് ഒന്നും ഇല്ലാതെ ഈ 10-15 ദിവസം കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് മാത്രം കൊടുക്കുന്നത് അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും എന്നാണോ പറയുന്നത്? ക്ലാസ് മാത്രം കൊടുക്കുന്നത് വളരെ മോശമായിരിക്കും. ക്ലാസ് മാത്രമായിട്ടല്ല കൊടുക്കുന്നത്. ക്ലാസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആരോഗ്യം നോക്കും, ആരോഗ്യത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർ കൃത്യമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സ് കൊടുക്കും. അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ അവനെ ഭാവി ശോഭനമാക്കുന്നതിന് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ ഷേപ്പാക്കി കൊടുക്കുമ്പോൾ ആ ഷേപ്പിലിടാൻ പൊക്കോളും അങ്ങോട്ട്. ഇതാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അങ്ങനത്തെ ഉള്ളതായ കഴിവുള്ള ആൾക്കാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്.
ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് എപ്പോൾ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സമ്മർ ക്യാമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പണ്ട് കാലത്ത് കണ്ടുവരുന്ന പോലെ ഒരു സാറ് വന്നിട്ട് ക്ലാസ് എടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറിലല്ല നമ്മൾ സമ്മർ ക്യാമ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഇന്ന് കുട്ടികൾക്ക് സ്കൂളിൽ ആഫ്റ്റർ എക്സാം കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് പ്ലാൻ ചെയ്യുന്നത് ഏതൊക്കെ ഗെയിം കളിക്കാം, അല്ലെങ്കിൽ ഇനി നെക്സ്റ്റ് എത്ര കാർട്ടൂൺ കാണാം, എന്തൊക്കെയാണ് ഇനിയുള്ളതെന്ന് അപ്പോഴായിരിക്കും വീട്ടിൽ ടി വി റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെക്കേഷൻ ടൈം കുട്ടികൾ ഫുള്ള് ഈ ടി വിയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ, അതർവൈസ് ടാബ്, ഇതായിരിക്കും ഈ വെക്കേഷൻ ടൈമിൽ പ്രധാനമായിട്ടും ചെയ്യുക. എനിക്ക് തോന്നുന്നു കുറച്ച് വർഷങ്ങൾക്ക് ബാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെക്കേഷൻ ടൈമിൽ എല്ലാവരും നമ്മളൊക്കെ പോയിട്ടുണ്ട്. സമ്മർ ക്യാമ്പിന് നമ്മളൊക്കെ പോകും, ഒരു 10 days സമ്മർ ക്യാമ്പ്. അതിൽ നമുക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കുട്ടികളെ ട്രെയിൻ ചെയ്യും. അതേപോലെ പ്രകൃതിയോട് കൂടുതൽ കുട്ടികൾ അടുക്കും, ഒരുപാട് കഥകൾ കേൾക്കും, കുറെ കൾച്ചറൽ ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്യും. അപ്പം അത് തന്നെയാണ് നമ്മൾ ബാക്ക് ടു സഞ്ജീവനിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ സഞ്ജീവനിയിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു 7 segment സൊല്യൂഷനാണ്. അതിൽ നമുക്കൊരു 7 pillar കൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മുടെ ബോഡിയിലെ 7 organ സിസ്റ്റത്തിനെയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ലൈഫിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ടാവും വളരുന്ന കുട്ടികൾക്ക്. ഇപ്പോൾ ടീനേജിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ, അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങൾ, ശാരീരിക മാറ്റങ്ങൾ, ഇതൊക്കെ പ്രധാനപ്പെട്ട കുറേ ഘടകങ്ങളാണ്. അപ്പം പാരൻസിനും ഇത് ഒരു കുട്ടി ടീനേജിലേക്ക് പോകുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പം ഈ പാരൻറ്റിങ് എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ചയിൽ എന്തൊക്കെയാണ് ഒരു ഗൈഡൻസ് പാരന്റ് കൊടുക്കേണ്ടത്, അതെല്ലാമാണ് നമ്മൾ സമ്മർ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒരു 7 hours ഓഫ് ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ട്. പക്ഷെ അവരൊരു ട്രീറ്റ്മെന്റിനാണ് വന്നിരിക്കുന്നതെന്നോ അല്ല ഇതൊരു പ്രത്യേകിച്ച് നമ്മളൊരു ക്ലാസ്സിനാണ് വന്നിരിക്കുന്നതെന്നോ എന്ന തരത്തിൽ ഒരു ബർഡൻ ഉണ്ടാവില്ല. അതായത് എല്ലാ കുട്ടികൾക്കും സ്വിമ്മിങ് ഇഷ്ടമാണ്. അപ്പം നമ്മുടെ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണ് സ്വിമ്മിങ് ആക്ടിവിറ്റി, ഹൈഡ്രോതെറാപ്പി എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഓരോ മസിൽസിനെയും റെജുവിനേറ്റ് ചെയ്യുന്നതിനും സ്ട്രെങ്തൻ ചെയ്യുന്നതിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഹൈഡ്രോതെറാപ്പി അല്ലേ. അതിൽ കൂടെ നമ്മൾ വേരിയസ് ടൈപ്പ് ഓഫ് എക്സസൈസ് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ ആയുർവേദം, ചില കുട്ടികൾക്ക് കണ്ണിൻ്റെ വിഷൻ കുറവുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അറ്റൻഷൻ കുറവായിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ട്രീറ്റ്മെന്റ്സ് ആണ് ആയുർവേദത്തിൽ കൊടുക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് കുറച്ചു നേരം നടക്കാൻ പറ്റില്ല, യൂറിൻ ഹോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാകും. ഇതൊക്കെ നമുക്ക് സ്കൂൾ ടൈമിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്ലാസ് മിസ്സാകും എന്നുള്ള. അപ്പം ഈ വെക്കേഷൻ ഒരു 2 മാസം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ എല്ലാ പ്രോബ്ലത്തിനെയും നമ്മൾ പരിഹരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ കുറച്ചു നേരം നോട്ട് എഴുതുമ്പോൾ തലവേദന. അപ്പം എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ്, അതേപോലെ പാരന്റിനും ഉണ്ടാകും അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ്. അപ്പം ഇതിനെയെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മളൊരു സമ്മർ ക്യാമ്പ് ക്രോഡീകരിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് ഉണ്ട്. അതിനകത്ത് വരുന്നത് പ്രധാനമായിട്ടും കുട്ടികളെ നമ്മൾ ട്രെയിൻ ചില കുട്ടികൾ സ്പോർട്സിൽ ഉണ്ടാകുന്ന കുട്ടികളുണ്ട്. ഇവർ സഡൻ ഫാൾ ഇഞ്ചുറീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കുട്ടികൾക്ക് ചാൻസസ് കൂടുതലാണ് ചെറിയ കുട്ടികൾക്ക്. അപ്പം നമ്മൾ അവരുടെ മസിൽസിനെയും ജോയിൻസിനെയും സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരെ ഒരു ന്യൂ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അതേപോലെ നമുക്ക് പ്രധാനമായിട്ടുള്ളതാണ് ബോഡി എർത്തിങ്, യോഗ എല്ലാം. ഈ ബോഡി എർത്തിങ് വെച്ചാൽ ഇന്ന് പല കുട്ടികളും കല്ലിൽ കൂടെ നടക്കുന്ന കുട്ടികൾ വളരെ കുറവാണ് അല്ലേ. അതിനുള്ള സ്പേസ് ഒന്നും നമുക്കില്ല, വളരെ കുറവാണ്. അപ്പം നമുക്ക് അവിടെ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആണ് ഞങ്ങളുടെ സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നേച്ചർ ഫ്രണ്ട്ലി കുട്ടികൾക്ക് നടക്കാനുള്ള ഫെസിലിറ്റി, അപ്പം അവർ പ്രകൃതിയോട് ചേരുന്നുണ്ട്. അതേപോലെ അവരുടെ ഫുഡ് ഹാബിറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രോസൺ ഫുഡ് ഐറ്റംസോ ഒന്നും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ആഹാരമാണ് മരുന്നെന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി നാച്ചുറൽ ഫുഡ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ അച്ഛനും പാരന്റ്സും കുട്ടികളും അവിടെ തന്നെ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ് ആണ്. പാരന്റ്സിനും ഈ എമിനന്റ് ആൾക്കാർ ക്ലാസ് എടുക്കും, എങ്ങനെയാണ് കുട്ടികളെ നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതായ കാര്യം. ഈ പാരന്റ്സും കുട്ടികളും കൂടി ഒരുമിച്ചുള്ളത് ഒരു ക്യാമ്പാണ് അവിടെ. ആ ക്യാമ്പിൽ എമിനന്റ് ആയിട്ട് ആൾക്കാരാണ് അത് നയിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അത് അവർക്ക് 2 പേർക്ക് നന്നായിട്ട് ഗുണം ചെയ്യും, സൈക്കോളജിക്കലി എല്ലാം ഗുണം ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് 10 പേരെ നന്നാക്കി എടുത്താൽ ഏറ്റവും നല്ലതാണല്ലോ അവിടെ. അങ്ങനെയാണ് അതിന്റെ ഏറ്റവും ലക്ഷ്യം, അതാണ് അവിടെ. ഒരിടയ്ക്ക് ആക്ടർ ടിനി ടോം പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഒരു ആക്ടർ, അതായത് ഈ നിരന്തരമായിട്ടുള്ള ഈ ഡ്രഗിൻ്റെ കൺസപ്ഷൻ വഴി അദ്ദേഹത്തിൻ്റെ പല്ലുകൾ വരെ ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആളുടെ ശാരീരികവുമായിട്ടും അതുപോലെ തന്നെ ബ്രെയിനിലൊക്കെ സംഭവിക്കുന്ന അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? എന്തുകൊണ്ടാണ് ഡ്രഗ് അന്വേഷിച്ച് ആളുകൾ പോകുന്നത്?
ഈ ഡ്രഗ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഡ്രഗ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് എത്ര കാലമായി? എന്തുകൊണ്ടാണ് യുവതലമുറയാണ് ഡ്രഗിന് കൂടുതലും അഡിക്ഷനിലേക്ക് വരുന്നത്? അത് എന്തുകൊണ്ടായിരിക്കും? യുവതലമുറ ആരോഗ്യമുള്ള ഒരു സമൂഹമല്ല ഇന്ന് കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യവും സുഖവും ഉള്ളതായ ഒരു വ്യക്തി ഒരു കാരണവശാലും ഡ്രഗ് അന്വേഷിച്ച് പോവില്ല. ഓക്കെ. കാരണം അവന് സുഖമുണ്ട്. ഈ ഡ്രഗ് കഴിച്ചാൽ കിട്ടുന്നതും ഡ്രഗ് അഡിക്റ്റ് ചെയ്താൽ കിട്ടുന്നതും സുഖമാണ്. ആ സുഖം മറ്റു തരത്തിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി പോകത്തില്ല. അപ്പോൾ ഇന്ന് സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ നല്ലൊരു ശതമാനം സുഖം അനുഭവിക്കാത്തവരാണ്. കാരണം അവന് സ്ട്രെസ്സും ടെൻഷനും ഒഴിഞ്ഞ് നേരമില്ല. അപ്പോൾ അവന് സുഖം കിട്ടണമെങ്കിൽ ഡ്രഗ് വേണം. അപ്പോൾ ആരോ പറഞ്ഞു ഡ്രഗ് കഴിച്ചാൽ നല്ലതാന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഡ്രഗ് പരീക്ഷിച്ച് നോക്കാം. ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ സുഖം കണ്ടു തുടങ്ങി. അപ്പോൾ മറ്റു സുഖത്തിനേക്കാളും നല്ലത് ഡ്രഗ് മൂലമുള്ള സുഖമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇത് സുഖമില്ലാത്ത ഒരു സമൂഹത്തിൽ വളരുന്നത് കൊണ്ട് വരുന്ന ഒരു മാറ്റമാണ് അതവിടെ. ഓക്കെ. എന്തുകൊണ്ടാണ് സുഖമില്ലാത്തൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നത്? ജന്മന ഗർഭാവസ്ഥയിൽ തന്നെ പലതരം മരുന്നുകളുടെ ഉപയോഗം മൂലവും പലതരത്തിലുള്ളതായ ജീവിതശൈലി മാറ്റങ്ങൾ കാരണവും വളർന്നു വരുന്ന തലമുറയ്ക്ക് അല്പം പോലും സുഖമില്ലാത്ത ഒരു ശരീരം കൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ സുഖം തേടി പോകുന്നതായ ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഡ്രഗിൻ്റെ ഉപഭോഗം വളരെ കൂടിക്കൊണ്ടിരിക്കും. ഈ ഡ്രഗ് മാനുഫാക്ചർ ചെയ്യണതാണ്. ഡ്രഗ് പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്നതല്ല, ഇത് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഈ മാനുഫാക്ചർ ചെയ്യുന്ന സോഴ്സിൽ നിന്ന് വേണം അതിനെ ഉന്മൂലനം ചെയ്യുന്നുണ്ടെങ്കിൽ. മറിച്ച് മാർക്കറ്റിൽ കാണുന്നതായ ഡ്രഗ് നമ്മൾ എന്തോരം നിരോധിച്ചാലും എന്തോരം പിടിച്ചെടുത്താലും പണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ച പോലെയാണ്. പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ചപ്പോൾ ഒരു പാക്കറ്റിന് 5 രൂപ ഉണ്ടായ സാധനം ഇന്നിപ്പോൾ 75 രൂപ. അതുകൊണ്ട് സെയിൽ വളരെ കൂടിയതിന്. നിരോധനം ഇതിനൊരു മാർഗമല്ല. അപ്പോൾ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണം. ഇപ്പോൾ ഏത് മേഖലയിലുള്ള ആളാണ്? പോലീസ് ഓഫീസേഴ്സ്. ഇപ്പോൾ നമ്മളൊരു ഈ ട്രാഫിക്കിൽ നിൽക്കുന്നതായ പോലീസ് ഓഫീസർമാർ നല്ല പൊരി വെയിലത്താണ് നിൽക്കുന്നത്. അവരോട് ആ പൊരി വെയിലത്ത് നിൽക്കുന്നതായ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഒരു പ്രത്യേകത അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവർക്ക് വൈകുന്നേരം ആകുമ്പോൾ വെച്ചാണെങ്കിൽ തളർന്നൊടിഞ്ഞാൽ വീട്ടിലേക്ക് ചെല്ലുന്നത് പോലും. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഡ്രഗ് ഉപയോഗിച്ചത് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കുന്ന പോലീസുകാരില്ലേ, അങ്ങനെ ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ, അങ്ങനെ ഉപയോഗിക്കുന്ന ഡോക്ടർമാരില്ലേ, ഇവരെല്ലാവരും ഡ്രഗിന് അഡിക്റ്റ് ആവുന്ന ആൾക്കാരല്ലെങ്കിലും ഡ്രഗ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ പ്രാഥമികമായൊരു കാര്യം എന്താണ്? സുഖമുള്ള ഒരു തലമുറ എങ്ങനെ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്ന് നോക്കുക. അവിടെയാണ് നമ്മുടെ ഒരു സാർവത്രികമായിട്ടുള്ളൊരു ധർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ധർമ്മം അതാണ് ഉള്ളത്. നമ്മുടെ ധാർമ്മികതയിൽ നോക്കുമ്പോൾ നിരോധനത്തെക്കാൾ ഉപരിയായിട്ട് ഒരു സമൂഹത്തിന് എങ്ങനെ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ. ഈ നിരോധനം മൂലം ഉണ്ടാവുന്നതായ ആപത്ത് വളരെ വലുതാണ്. ഇന്ന് 5 രൂപയ്ക്ക് കിട്ടുന്ന സാധനം നാളെ 500 രൂപയാണ്. അപ്പോൾ ഈ രൂപയ്ക്ക് വേണ്ടി അവൻ കൊലപാതകം ചെയ്യും. ഈ ഡ്രഗിൻ്റെ ഉപഭോഗം നമ്മൾ മനസ്സിലാക്കിയതും ഡ്രഗ് അപകടമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? അനിയന്ത്രിതമായ കൊലപാതകങ്ങൾ ഉണ്ടായപ്പോഴാണ്. ഡ്രഗ് ഉപയോഗിച്ച് കൊലപാതകം ഉണ്ടാവണു. ഇനി അടുത്ത കൊലപാതകം വരുന്നത് ഡ്രഗ് ഉപയോഗിക്കാനുള്ള പണം കിട്ടാൻ വേണ്ടിയായിരിക്കും അടുത്ത കൊലപാതകം ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ വിദ്യാഭ്യാസപരമായ രീതിയിൽ നേരിടാൻ തയ്യാറാവണം. അതിനാണ് സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജിൽ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരായ കുറേ ജീവിതങ്ങളെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധരായ കുറച്ച് ആളുകളുടെ ഒരു സംരംഭമാണ് സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, ഞങ്ങൾ മരുന്നുകൾ കൊണ്ടല്ല ആളുകളെ ചികിത്സിക്കുന്നത്. മരുന്നുകളുടെ ഉപയോഗം ഇല്ലാതെ തന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെ എങ്ങനെ പ്രവർത്തനക്ഷമമാക്കാൻ പറ്റും, ആ പ്രവർത്തനക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ ഉപകരണങ്ങൾ എന്താണ്, അങ്ങനെ പല മാർഗത്തിലൂടെയുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടെ അതിൻ്റെ എക്സ്പെർട്ടുകളുടേതായ സംയോഗത്തിലൂടെയാണ്, അവരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഈ പ്രസ്ഥാനം നടത്തുന്നത്. അവിടെ എത്രയും വേഗം ഈ ഡ്രഗ് അഡിക്ഷൻ ചിന്തിക്കുന്നതായ ആൾക്കാരെയൊക്കെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ അതിൽ നിന്ന് അവർക്ക് പിന്തിരിയാനുള്ളതായ ഒരു ഉപബോധം ഉണ്ടാക്കിയെടുക്കാൻ വരെ പറ്റും. നമുക്ക് അതാണ് വേണ്ടത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുകയും വേണം, നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യം നടപ്പിലാക്കുകയും ചെയ്യണമെന്നാണ് സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.